ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊക്കെ ഇങ്ങോട്ട് അടുത്തല്ലോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അവിയൽ തുടങ്ങാം. അപ്പോൾ അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ചേന ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേ വലുപ്പത്തിൽ തന്നെ ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി പടവലങ്ങ, ഒരു കഷ്ണം പടവലങ്ങ. പിന്നെ ഇത് മുരിങ്ങാക്ക, പച്ചമുളകുണ്ട്, കുമ്പളങ്ങ, ഒരു കഷ്ണം വഴുതനങ്ങ, പച്ച വഴുതനങ്ങ, ഒരു കഷ്ണം മത്തങ്ങ. ഇത് കായ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്കൊരു ബീൻസ് ഉണ്ടായിരുന്നേ, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഉണ്ടായി വരുന്നേ ഉള്ളൂ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഒരല്പം വെള്ളവും കൂടെ. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാത്തിലും ആകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയേ. നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. കൈയിട്ടെടുക്കുമ്പോൾ ഇത് കൈ പുകയും, അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇട്ടണേ. അവസാനം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. എരിവുള്ള പച്ചമുളക്, പിന്നെ നമുക്ക് ഈ ഇല ഇട്ടൊന്ന് മൂടിക്കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കണേ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒരല്പം ജീരകം, ചുമന്നുള്ളി, കറിവേപ്പില, ഇത്രയും കൂട്ടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലേൽ വെച്ചാണ് ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. ഒതുക്കിയെടുത്താൽ മതി. ഈ തേങ്ങയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടണം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോഴത്തേനും അതിങ്ങനെ പൊടിഞ്ഞാണ് വരുന്നത്. അപ്പം ഞാൻ ഇത് കല്ലേൽ വെച്ചൊന്നങ്ങോട്ട് ഒതുക്കിയെടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഇട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴയില്ലാത്തത് കൊണ്ടാണ് അരച്ചെടുക്കാൻ പറ്റിയത്. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്തോ ഇല്ലേന്നൊന്ന് നോക്കാം. ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, എന്നാലും ആ കായും ചേനയൊക്കെ ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പം എനിക്കിതിൻ്റെ കൂടെ ഇടാൻ അച്ചിങ്ങ ഇല്ലായിരുന്നു. അച്ചിങ്ങ എനിക്കുണ്ടായത് ചുമന്ന അച്ചിങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാതെ ഇരുന്നത്. അച്ചിങ്ങ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ മൂടി വെക്കാം. ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല. അവിയിലൊന്ന് കുഴഞ്ഞിരിക്കണം, എന്നാലാണ് ആ രുചി ഉണ്ടാവുകയുള്ളൂ. ചിലവർക്ക് ഒന്നിനൊന്ന് തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ എൻ്റെ മൂത്ത മോന് ഒന്നിനൊന്ന് തൊടാതിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്തട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
കുക്കറിൽ വെക്കുവാണെങ്കിൽ ഒരൊറ്റ അടി അടിച്ചാൽ മതിയേ. ഇനി അരച്ച അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്. എന്നിട്ടിതൊന്ന് പൊത്തി പൊത്തി വെച്ച് കൊടുക്കണേ. അപ്പോൾ അരപ്പിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണമല്ലോ. അരപ്പൊന്ന് വേവുകയും ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കാം. ഇനി പെട്ടെന്നാവും. അപ്പോൾ ദേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകാതെ പതുക്കെ പതുക്കെ ഓരോ സൈഡിൽ നിന്ന് ഇളക്കിയിട്ടിട്ട് കൊടുക്കണേ. ഇനി ഇതിങ്ങനെ ഒന്ന് തുറന്നു തന്നെ ഇരിക്കട്ടെ. ഇതിലേക്ക് ഞാനൊരു 2 വലിയ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ തൈരില്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞിട്ട് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതൊരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി. ഒരു പൂളിട്ടാൽ മതി. മാങ്ങയാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കഷ്ണത്തിയിട്ടൊക്കെ പുളി പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളൂല. കഷ്ണത്തിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുളി പിടിക്കും. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിൽ ഉപ്പോ പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണതാണ് നല്ലത്. ഒരു വശത്ത് തന്നെ ഇട്ട് കൊടുക്കാതെ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞും പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് അവിയലിൻ്റെ രുചി വരുവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അവിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.